യുവർ വർക്ക് സ്പീക്സ് ഫോർ യുവർ സെൽഫ്. ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം ഒരു ചെയിൻ റിയാക്ഷൻ ആണെന്നാണ്. ഒരു 15 ദിവസത്തോളം വാട്ടർ ഡയറ്റ് പിടിക്കുക എന്നുള്ള രീതിയിൽ വാട്ടർ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. 3-ാമത്തെ ദിവസം കൊളാപ്സ് ആയി. ആൾക്ക് മലയാളം കേട്ടാൽ തിരിയേയില്ല. മലയാളം എന്ന് പറയുമ്പോൾ ആള് പറയതാ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഹക്കീമിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാണെന്ന്. ഹായ് ഗൂഗിൾ, വെൽക്കം. ഹലോ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങളാണ്. വർഷങ്ങൾക്ക് ശേഷമുള്ള കുറേ എഫേർട്ടിനും ഹാർഡ് വർക്കിനും ഉള്ള ലേബറിനുള്ള ഒരു അംഗീകാരവും കുറേ മെസ്സേജുകളായിട്ടും സംസാരങ്ങളായിട്ടും ഹഗ്ഗുകളായിട്ടും ചില ആളുകൾ കണ്ണുനീരായിട്ടും എനിക്ക് സ്നേഹം തന്നുകൊണ്ടിരിക്കുകയാണ്, ഷവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വളരെ ഹാപ്പിയാണ്, പ്രൗഡാണ്. ഇത്രയും വർഷം സിനിമയുടെ പാർട്ടാണെങ്കിലും അത് പുറത്ത് പറയാൻ പറ്റില്ലായിരുന്നല്ലോ. അതെങ്ങനെ എന്ത് ചെയ്തു അത്ര സമയം ഇത് പിടിച്ചു വെച്ചോണ്ട്? ബസി സാറിനോട് പറയാറുണ്ടായിരുന്നു, നിനക്ക് ഈ സിനിമ കഴിഞ്ഞാലാണ് എന്തുണ്ടാവുക, നിന്നെ ആളുകൾ കാണാനും തിരിച്ചറിയാനും അംഗീകരിക്കാനും. ഈ സിനിമയിൽ നിന്റെ വർക്ക്, യുവർ വർക്ക് സ്പീക്സ് ഫോർ യുവർ സെൽഫ്. അപ്പോൾ ഇതിലെ നിന്റെ വർക്ക് കണ്ടിട്ടായിരിക്കും എന്തുണ്ടാവുക, നമുക്ക് റെക്കഗ്നീഷൻ ഉണ്ടാവുക, ആളുകൾ വിളിക്കുക, കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആയിരുന്നു ഒരു 6 കൊല്ലമായിട്ടുള്ള. സാർ, ഞാൻ ഒരു ഫോട്ടോ എങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടോട്ടെ എന്ന് ചോദിച്ചിട്ടില്ലേ? സാർ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. എപ്പോഴും ഹോപ്പ് എനിക്ക് തരാറുണ്ട്. അപ്പോൾ ആ ഹോപ്പില് ഞാൻ തൃപ്തനായിരുന്നു. ആ ഹോപ്പ് എൻ്റെ ഉള്ളിലൊരു ഹോപ്പ് ജനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊരു വിഷയമുള്ള കാര്യം. അതിൻ്റെ ഇടയിൽ ഞാൻ ആടുജീവിത സെറ്റിലൊക്കെ പോയ സ്റ്റോറീസ് ആയിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ എൻ്റെ ക്യാരക്ടറിന്റെ ഇതും ആരോ ആണെന്നുള്ള രീതിയിലുള്ള അങ്ങനെ. ഇപ്പൊ ആടുജീവിതത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ടറായിട്ടാണോ എന്തായിട്ടാണെന്നുള്ളത് ആർക്കും അറിയാത്ത രീതിയിൽ. ആർക്കൊക്കെ അറിയായിരുന്നു ആക്ച്വലി ഇതിന്റെ പാർട്ടാണ്, ഒരു വലിയ റോളാണെന്നുള്ള കാര്യമൊക്കെ? എൻ്റെ ഫാമിലിക്ക് അറിയായിരുന്നു ഒബ്വിയസ്ലി. പിന്നെ എൻ്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കൾക്ക് അറിയായിരുന്നു. പിന്നെ കോളേജിൽ കുറച്ച് സുഹൃത്തുക്കൾക്ക്, അങ്ങനെ കുറച്ച് പേരുകൾ, കുറച്ച് നാട്ടുകാർക്കും. സിനിമ റിലീസായി കഴിഞ്ഞപ്പോഴാണ് മറ്റേ +2 നാടകമൊക്കെ പുറത്തു വന്നത്. കുറെ കുത്തിപ്പൊങ്കലൊക്കെ വന്നിട്ടുണ്ട്. അതെന്തായിരുന്നു? നാടകം +2 പഠിക്കുന്ന സമയത്താണ് ഒരു നഗ്നനായ തമ്പുരാൻ എന്നുള്ളൊരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തമ്പുരാനാണോ? തമ്പുരാൻ, നഗ്നനായ തമ്പുരാൻ, നേക്കഡ് കിങ്. അപ്പോൾ ആ ഒരു നാടകം ചെയ്ത അതിൽ കിട്ടിയ ഒരു കുറച്ച് കോൺഫിഡൻസ് ബൂസ്റ്റ് ഉണ്ട് ആ നാടകം ചെയ്ത സമയത്ത്. അതിന് കുറെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാന യുവജനോത്സവത്തിൽ ബെസ്റ്റ് ആക്ടറൊക്കെ ആവാനുള്ളൊരു അങ്ങനെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തട്ടയിൽ കയറിയിട്ട് അന്ന് കിട്ടിയൊരു ഹൈ ഫീലിംഗ് ഉണ്ട്. നമ്മൾ തട്ടയിൽ കയറിയിട്ട് തട്ടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും പുറത്തുള്ള ഓഡിയൻസ് നമ്മളെ നോക്കും. നമ്മൾ ആ കോസ്റ്റ്യൂമിൽ തന്നെ ഇറങ്ങി വരുമ്പോൾ പുറത്തുള്ള ഓഡിയൻസ് നമ്മളെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. അപ്പോൾ ആ നോട്ടത്തിൽ അറിയാം നമ്മൾ ചെയ്തത് നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്ന കിക്കാണോ അതോ ഇപ്പോ ആടുജീവിതം കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കിക്കാണോ? ഏതായിരുന്നു ബെറ്റർ ആയിട്ട് തോന്നി? അങ്ങനെ നമുക്ക് അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. രണ്ട് ഹൈ അല്ലേ. അത് ഇപ്പോ നാടകാഭിനയവും ഇപ്പോ സിനിമാഭിനയവും തമ്മിൽ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന പോലെ തന്നെയാണ് എനിക്ക് കിട്ടിയ ഒരു ഹൈയും. അത് എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ട് നാടകം ചെയ്തിട്ട് അതെ അതേപോലെ ഉള്ള ഇപ്പോ ഈ സിനിമയ്ക്കും കിട്ടിയ അംഗീകാരങ്ങളും അതുപോലെ പ്രിയപ്പെട്ടതാണ്. ആ നാടകവും അതുപോലെ പ്രിയപ്പെട്ടതാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം ഒരു ചെയിൻ റിയാക്ഷൻ ആണെന്നാണ്. അന്ന് ഞാൻ ആ നാടകത്തിൽ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ആടുജീവിതത്തിൽ ഞാൻ എത്തില്ലായിരുന്നു. ശരിക്കും അതൊരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ? ആ നാടകത്തിൽ നിന്നാണോ സിനിമയിലേക്ക് വിളി വരുന്നത്? നാടകം ചെയ്തതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ പിന്നീടും നാടകങ്ങൾ ചെയ്യാൻ എനിക്ക് പ്രചോദനം കിട്ടിയത്, കോൺഫിഡൻസ് കിട്ടിയതും. ഓഡീഷൻ ഒക്കെ പോയി കിട്ടിയത് തന്നെയാണ്? അതെ, ഓഡീഷന് പോയി കിട്ടിയത്. സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു? അല്ല, കോളേജിൽ ചേർന്ന ഉടനെ, ജസ്റ്റ് ഫസ്റ്റ് ഇയർ സമയത്ത്. ഹക്കീം അപ്പൊ എത്ര വർഷമായിട്ട് ആടുജീവിതമായിട്ട് ഇൻവോൾവ് ആണ് ശരിക്കും? ഞാൻ 2017 ആണ് കോളേജിൽ ചേർന്ന. 2017 ഒക്ടോബർ മുതൽ ഇപ്പൊ 2024 7 വർഷത്തോളം. പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ അത് ഹക്കീമിന്റെയും ജേണിയാണ്. ഹക്കീമിന് എത്ര വെയിറ്റ് ലോസ് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? ഫസ്റ്റത്തെ ഷെഡ്യൂളില് നമ്മൾ പുറത്തേക്ക് പോകുന്ന സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോടാദ്യം തടിക്കാൻ വേണ്ടി പറഞ്ഞു ബസ് സാറ്. ഇപ്പൊ എന്തും തിന്നാന്നുള്ള രീതിയിലായിരുന്നു. നമുക്ക് വേണ്ട രീതിക്ക് തിന്നാ. എന്റെ ശരീരം കൂട്ടലായിരുന്നു ആദ്യം. പിന്നെ എന്റെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം തടിക്കാത്തൊരു പ്രകൃതം. അങ്ങനെ ചില ആൾക്കാരുണ്ടാവില്ല, അധികം തടിക്കാത്ത പ്രകൃതമുള്ള ആൾക്കാർ. അപ്പോൾ തടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയാ എഫേർട്ട്, വയറ് പൊട്ടുന്നവരെ തിന്ന് ഒരു ശ്വാസം മുട്ടലൊരു അങ്ങനെ ഉണ്ടാവല്ലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തിന്ന്. പക്ഷെ സുഖമായിരുന്നു. ഓരോ മീലിന് ശേഷം ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിക്കുക, അങ്ങനത്തെ ഓരോരോ ഇതൊക്കെ കാണുന്നല്ലേ പൃഥ്വിരാജ് എന്ന് പറഞ്ഞു. രാജുവേട്ടനും അന്ന് തടി നിങ്ങൾ കണ്ടല്ലോ. രാജുവേട്ടന് നോർമലി നിങ്ങളെല്ലാവരും കാണുന്നു. അതിനേക്കാളും എക്സ്ട്രാ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ എന്താ പറയാ
അങ്ങനെ കൺവിൻസിങ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ആളും ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൂസിഫർ ഒക്കെ ഐ തിങ്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ആ സമയത്തൊക്കെ രാജുവേട്ടൻ നല്ല തടിച്ചിട്ടല്ലേ, ആ സമയത്താണ് രാജുവേട്ടനും ഗെയിൻ ചെയ്തത്. പിന്നെ അതിനുശേഷം 3 വർഷം ഈ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതിന് 4 മാസം മുന്നേ ഓരോ കാലറി സെറ്റ് ചെയ്തിട്ട് ഓരോ മാസം ഇന്ന കാലറി, ഈ മാസം ഇന്ന കാലറി, ഇപ്പൊ 3-ാമത്തെ മാസം ആയപ്പോഴത്തേക്ക് 500 കാലറി വെച്ചിട്ട് കഴിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ഈ 500 കാലറിയിൽ എന്തൊക്കെ കഴിക്കാൻ പറ്റും? 500 കാലറിയിൽ അപ്പോൾ ഷേക്കുകൾ, റോബസ്റ്റ ഷേക്ക്, ഒരു കുബൂസ്. അപ്പൊ 500 ഒരു നേരമാണോ ഒരു ദിവസമാണോ? ഒരു ദിവസം ഒരു റോബസ്റ്റ ഷേക്കും കുബൂസും. അതെ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ 500 കാലറി അറിയുന്നവർക്ക് മനസ്സിലാവും 500 കാലറി എന്നൊക്കെ പറഞ്ഞാല് എത്ര ഉണ്ടാവും എന്നുള്ളത്. പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ടെസ്റ്റിനൊക്കെ പോയ സമയത്ത് കുറച്ചും കൂടി കവിളൊക്കെ തൊടുത്ത എത്ര നമ്മൾ ആക്കിയ കവിളിലൊക്കെ ഒട്ടണമെങ്കിലും കുറച്ച് മെനക്കേടുണ്ട്. അപ്പൊ അന്ന് മേക്കപ്പ് ടെസ്റ്റിന് പോയപ്പോൾ ബ്ലസി സാറും രഞ്ജിത്തേട്ടനൊക്കെ ഒന്നുകൂടി പുഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ എന്താ പറയാ, ഞാൻ ഒരു 15 ദിവസത്തോളം ഇത് വാട്ടർ ഡയറ്റ് പിടിക്കാന്നുള്ള രീതിയിൽ വാട്ടർ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. വെള്ളം, ഒരു ബ്ലാക്ക് കോഫിയും മാത്രം. അപ്പോൾ അങ്ങനെ ഒരു 3 ദിവസം അങ്ങനെ ആ ഒരു രീതിയിൽ പോയി. 3-ാമത്തെ ദിവസം കൊളാപ്സ് ആയി. വേണ്ട, 3-ാമത്തെ ദിവസം രാത്രി കൊളാപ്സ് ആയി പോയി. പിന്നെ എന്താ പറയാ, അതിന് പിറ്റേ ദിവസം മുതൽ കുറച്ചൊക്കെ ഭക്ഷണം കഴിച്ചത് നമ്മളെ മൈൻഡ് റെഡിയാക്കാൻ വേണ്ടി, മൈൻഡിന് മാത്രം എനർജി കൊടുക്കുന്ന രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ ഷൂട്ട് തുടങ്ങുന്നവരെ. സ്റ്റോറിയിൽ മൈൻഡ് ഔട്ട് ആയി പോകുന്ന അത്രയും വലിയ സ്ട്രഗിളും ചലഞ്ചസ് ഒക്കെയാണ്. അതേപോലെ തന്നെ മൈൻഡ് ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കൊറോണ ടൈമിൽ സ്റ്റക്ക് ആയി പോയത്. വാട്ട് കെപ്റ്റ് യു ഗോയിങ്? നമ്മള് എന്താ പറയാ, ബ്ലസി സാർ അന്ന് തന്ന കുറെ ഹോപ്പുകളുണ്ട്. ഒരു കപ്പിത്താനെ പോലെ നിന്നിട്ട് നമ്മളെയൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ട് ആ സമയങ്ങളിൽ. ആ സമയത്തൊക്കെ നമ്മളെ ചിന്തകളും എല്ലാം എന്താ പറയാ, ഒരു മടുത്തു പോകുന്നൊരു, കാരണം നമ്മളൊരു അൺസർട്ടനിറ്റിയിൽ നിൽക്കുകയാണ്. നമ്മളിനി തിരിച്ച് വീട്ടിൽ എപ്പോൾ പോകാൻ പറ്റും? നമുക്കാണെങ്കിൽ ഇപ്പൊ കോവിഡിനെ പറ്റി നമുക്ക് അറിവുണ്ട്. അന്ന് വരുന്ന സമയത്ത് ഇത് എന്ത് മഹാമാരിയാണ്, എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുക, ഒന്നും നമുക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് സെറ്റിലേക്ക്, നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലേക്ക് മിലിറ്ററി വരും, ഇതേപോലെ ഡോക്ടേഴ്സ് വരും നമ്മളെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് ഒരു അൺസർട്ടനിറ്റിയിൽ നിൽക്കുകയായിരുന്നു. അന്ന് അതിനൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഓരോ വഴികൾ, നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ ക്രിക്കറ്റ് കളിച്ചും ലുഡോ കളിച്ചും പിന്നെ പാട്ടൊക്കെ പാടി, കാരോക്കെയൊക്കെ വെച്ച് പാട്ടൊക്കെ പാടിയും അങ്ങനെയൊക്കെ കുറച്ച് സമയങ്ങളൊക്കെ നീക്കി. പിന്നെ കുറെ ഡീപ്പ് ടോക്സ് കിട്ടി ആ സമയങ്ങളിൽ. എല്ലാവരും കുറച്ചുകൂടി ബോണ്ടായി. കുറച്ചധികം പേരുടെ കഥകളും അവരുടെ ലൈഫും അവരൊക്കെ ഉള്ളു തുറന്ന് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. കുറേ ഡീപ്പ് ടോക്സ്, അതായത് രാത്രികളിലൊക്കെ 2 മണി 3 മണിയൊക്കെ ആവും കിടക്കാം. രാവിലെ പുലർച്ചെ വരെ ഞങ്ങൾ ഇരുന്നിട്ട്, ലോബിയിലിരുന്നിട്ട് ഒരു ശീശയൊക്കെ വെച്ചിട്ട് ഇരിക്കും. ശീശയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കുറേ നേരം ഇങ്ങനെ ഇരിക്കും, കഥയൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ കുറേ അങ്ങനത്തെ സർവൈവൽ ആയിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിങ്സ് ഒക്കെ കിക്കിനായി ഞങ്ങള് അങ്ങനെ. നിങ്ങളും ബേസിക്കലി സർവൈവൽ ത്രില്ലറിൽ അഭിനയിച്ചോണ്ടിരിക്കുക. അതെ. ടോക്കിംഗ് അബൌട്ട് ടഫ് തിങ്സ്, ഏതായിരുന്നു ചെയ്യാൻ ഏറ്റവും ടഫസ്റ്റ് സീൻ? ടഫസ്റ്റ് സീനിനെ അത് പക്ഷെ എനിക്ക് പറയാൻ പറ്റുമെന്നല്ല, സ്പോയിലറാണ്. അതിലൊരു സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അതിലൊരു ഹക്കീമിനെ സംബന്ധിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ കഥ ലാസ്റ്റിലേക്ക് എത്തുമ്പോഴുള്ള ഒരു സീനുണ്ട്, ഏറ്റവും ലാസ്റ്റിലേക്ക് ഉള്ളൊരു സീന്. ബ്ലസി സാറിന്റെ ഒരു രീതി എങ്ങനെയാ വെച്ചാൽ, ചില സാധനങ്ങൾ അഭിനയിച്ചാണെങ്കിൽ ആദ്യം നമ്മൾ എന്തെങ്കിലും ചെയ്യാം, നമ്മളൊരു സംഭവം ചെയ്യാം, അത് ചെയ്തിട്ട് ബ്ലസി സാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ ബ്ലസി സാർ പറയും അത് കുറച്ചും കൂടി എന്താ പറയാ, അങ്ങനെ ഒരു ഇമോഷനോ അല്ലെങ്കിൽ കുറച്ചുകൂടി സട്ടിൽ ആവട്ടെ, അങ്ങനെയൊക്കെ രീതിയിൽ ബ്ലസി സാർ നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ചെയ്യും, ഇത് തന്നെ കറക്റ്റ്. അങ്ങനെയാണ് ബ്ലസി സാറിന്റെ ഒരു രീതി. അതിൽ തന്നെ ഫസ്റ്റത്തെ ഷോട്ടിലൊരു ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്, പല്ല് കടിക്കുന്ന ഒരു പോലെയൊക്കെ ഉണ്ട്. അതൊക്കെ കുതിരവട്ടത്ത് പോയപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു സാധനമാണ്. ഇതിനു വേണ്ടി പോയിരുന്നോ? അല്ല, ഞാൻ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ട് അവിടെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെയുള്ള ആളുകളുടെ ഒരു ചെറിയ ഒരു എന്താ പറയുക മാനറിസങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അന്ന് കണ്ട കുറച്ച് കാര്യങ്ങൾ അത് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നാവും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് ചെയ്തപ്പോൾ ബ്ലസി സാർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ തന്നെ പിടിച്ചോന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തതാണ് അതൊക്കെ. ബിഗിനർ എന്ന നിലയ്ക്ക് ഈ ഷൂട്ട് ചെയ്തതിൽ എപ്പോഴെങ്കിലും ഫുൾ ക്രൂ കൈയടിക്കുന്ന അങ്ങനെയൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്, ഒരു സീൻ സെറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാവരും കൈയടിക്കുന്നു, അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഷെഡ്യൂളിൽ, അതായത് അപ്പോൾ ആർക്കും ഞാനും ആദ്യമായിട്ട് അഭിനയിക്കാൻ വരികയാണ്, അങ്ങനെ ഒരു ഇതിലാണ്. അതിൽ എൻ്റെ കഫീലിലേക്ക് കൈമാറുന്ന ഒരു ഉണ്ട്. ഞാൻ
ഞാനിത് എന്നൊക്കെ പറഞ്ഞിട്ട് അതെ അതെ ഇവിടുത്തെ ഹെൽപ്പേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊരു അഭിനയിക്കുന്ന ഒരു രംഗമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോട്ട് എടുത്തപ്പോൾ. ആ ഷോട്ട് എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്നുള്ള രാത്രിത്തെ സീൻ അല്ലേ? രാത്രിത്തെ സാധനം. അത് എന്താ വെച്ചാൽ അന്ന് ബ്ലസ്സി സാറും DOP യും രാജുവേട്ടനും എല്ലാവരും. ഈ ഹക്കീം എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ കഥയിലുണ്ട്, സിനിമയിലുണ്ട്, പക്ഷെ റിയൽ ലൈഫിൽ ആളിതുവരെ വന്നിട്ടില്ല. നിങ്ങൾ അത് അന്വേഷിച്ച് പോകാനൊന്നും ഒരു മാർഗം? അതായത് ഇത് നജീബിക്ക അന്ന് സർവൈവ് ചെയ്തു. നജീബിക്ക് ഹക്കീം അന്ന് സർവൈവ് ചെയ്തിട്ട് നജീബിക്ക നാട്ടിലേക്ക് വന്നു. അന്ന് അറിയാൻ കഴിഞ്ഞത് ഹക്കീം അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട്, പിന്നെ അന്ന് നജീബിക്കും ട്രോമയായിട്ട് തിരിച്ച് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി. ഇന്നത്തെ പോലെ ഫോണില്ല, ഫോൺ നമ്പറുകളില്ല, ഒന്നുമില്ല. അപ്പൊ അവര് എവിടെയോ വെച്ച് കണക്ഷൻ വിട്ടുപോയി. പക്ഷെ ഈ സിനിമയും കഥയൊക്കെ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞിട്ട് കണക്ട് ചെയ്തിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് മുന്നേ വരേണ്ടതല്ലായിരുന്നു. ഇപ്പോൾ ഈ നോവലും ഇത്രയധികം ജനശ്രദ്ധ നേടിയ സമയത്ത് തന്നെ തിരിച്ചു വരേണ്ടതല്ലായിരുന്നു. എന്നിട്ടും വന്നില്ലല്ലോ. മേ ബി ആൾക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ല. ആൾക്ക് ലൈം ലൈറ്റ് എന്നുള്ളൊരു സംഭവം ചിലപ്പോൾ ആൾക്ക് ഇപ്പോഴും ട്രോമ ഉണ്ടായിട്ടില്ല. ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളല്ല. അതും നടന്നത് ചെറു പ്രായത്തിലാണ് നടന്നത്. അപ്പം ആൾക്ക് ട്രോമ ഉണ്ടാവാം ഇപ്പോഴും. അതൊക്കെ ആൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവാതിരിക്കാം. പക്ഷെ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഹക്കീമിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാണെന്നുണ്ട്, നെക്കിപ്പിടിച്ചിട്ട്. പൃഥ്വിരാജായിട്ടുള്ള ഒരു കോംബോ പറയുന്നതിന്റെ ഒപ്പം തന്നെ ജിമ്മി ജീൻ ലൂയിസിന്റെ ക്യാരക്ടർ ഇബ്രാഹിം ഖാദിരി, ആ ഒരു ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നാമതൊരു ലാംഗ്വേജ് ബാരിയർ ഉണ്ട് താനും, എന്നാൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസിൽ വരുന്നത്. പുള്ളിയായിട്ടുള്ള ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ആള് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഹോളിവുഡ് നടൻ വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഞാൻ ആളുടെ ഫിലിമോഗ്രഫിക്ക് എടുത്ത് നോക്കിയപ്പോൾ കുറെ ബോണും മറ്റേ ബ്രൂസ് വില്ലിസിന്റെ ഒപ്പരൊക്കെയാണ് ആള് ആക്ട് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഡാമന്റെ ഒപ്പരൊക്കെ അങ്ങനെയൊക്കെ ആക്ട് ചെയ്തൊരു ആളാണ്, വ്യക്തിയാണ്. അപ്പോൾ ആള് വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കാണാം ആരാണ് വരുന്നത് എന്നൊക്കെ രീതിയിൽ. ആള് വന്ന് സിമ്പിളായിട്ട് ഇത് നമ്മുടെ അടുത്തൊക്കെ ചിലിവിൽ മൈൻഡിൽ അങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മൾ ആളെ നോക്കി കാണുമ്പോൾ ആളുടെ ഓരോ ചെറിയ ചിരികളൊക്കെ ഉണ്ട്. എന്താ പറയാ, നമുക്ക് തന്നെ തോന്നും ഇയാള് നമ്മൾ രക്ഷിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ ചെയ്യുന്ന കുറേ അധികം പെർഫോമൻസ് ജിമിച്ചായൻ ഇതിൽ നടത്തിയിട്ടുണ്ട്. ചില സബ്റ്റിലായിട്ടുള്ള കണ്ടുകൊണ്ട് ജിമിച്ചായൻ ഞാൻ ആദ്യം കണ്ടപ്പോഴേ ചോദിച്ചു, ഇത് അവരുടെ നാട്ടില് പേര് വിളിക്കുന്നതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ റെസ്പെക്ട് എന്ന് പറയാം. ജിമ്മി എന്നല്ലേ വിളിക്കുള്ളൂ. നമ്മളാണല്ലോ ഏട്ടാ ഇക്കാന്നൊക്കെ വിളിക്കല്. അപ്പോൾ ജിമ്മി എന്ന് വിളിക്കുന്നത് എനിക്കെന്തോ വിയേർഡായിട്ട് തോന്നി. എന്നെക്കാളും കുറച്ച് പ്രായമുള്ള സീനിയർ ആയിട്ടുള്ള എനിക്കും റെസ്പെക്ട് കൊടുക്കാൻ തോന്നി. ആളുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടുമ്പോൾ എനിക്ക് റെസ്പെക്ട് കൊടുക്കാൻ തോന്നുന്നുണ്ട് ഓർഗാനിക്കലി. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, ഞാൻ ജിമ്മി ചായ എന്ന് വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആള് ചോദിച്ചു, ചായ വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിച്ചു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ റെസ്പെക്ട് വി ഗിവ് ടു, അങ്ങനെ ഇത് നമ്മൾ റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ എൽഡർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വിളിക്കാറെന്നൊക്കെ വിളിച്ചത്. പുള്ളി മലയാളം പഠിപ്പിച്ച നേരം കൊണ്ട് നോ, അതായത് ആൾക്ക് മലയാളം കേട്ടാൽ തിരിയേയില്ല. എന്താ പറയാ, ആള് ഇന്നാളൊരു ഇന്റർവ്യൂലൊക്കെ എന്നൊക്കെ പറഞ്ഞു മലയാളം എന്ന് പറയുമ്പോൾ ആള് പറയതാ എന്ന് പറഞ്ഞിട്ട്. ചേട്ടാ ചേച്ചി പോലും പഠിക്കാൻ പറ്റിയില്ല. ഇല്ലില്ല. ഞങ്ങള് പക്ഷെ ജോർഡാനിലെ കുറെ ക്രൂസിനൊക്കെ നമ്മള് മലയാളം കുറെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയെങ്കിലും മലയാളികൾ ചെയ്യുമല്ലോ. കുറച്ച് അവര് ഇങ്ങോട്ടും കുറച്ചധികം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ ലാംഗ്വേജ് ഒക്കെ പഠിച്ചോ? പിന്നെ ഇത് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ഇപ്പം വെള്ളം കുടിക്കാനൊക്കെ വേണല്ലോ, മോയ. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പെരിയോനെ എന്നുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് AR റഹ്മാന്റെ പാട്ട് എന്നുള്ളത്, പിന്നെ നമ്മൾ മേജർലി വിചാരിക്കുക നായകൻ പാടുന്ന പാട്ട് നായകന്റെ പെയിനാണെന്നുള്ളതാണ്. പക്ഷെ സിനിമയിൽ അത് ഹക്കീമിന്റെ പാട്ടാണ്. ആ പാട്ടിനെ പറ്റിയുള്ള ഒരു കണക്ഷൻ എന്താണ്? ആ പാട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. എല്ലാവർക്കും കേട്ടൊരു പാട്ടാണല്ലോ. അത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു തുടക്കകാലത്ത് തന്നെ AR റഹ്മാന്റെ വരികൾക്ക്, AR റഹ്മാൻ സാറുടെ വരികൾ ഈണത്തിന് ലിപ്പ് കൊടുക്കുക, റഫീഖ് സാറുടെ വരികൾക്ക് ലിപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, പ്രൈസ്ലെസ് അല്ലേ. നമ്മളെ കൂടെ എപ്പോഴും സഞ്ചരിച്ച ഒരാളാണ് റഹ്മാൻ സാറ്. നമ്മുടെ എല്ലാ ഇമോഷൻസിലും അല്ല. ഇപ്പൊ നമ്മൾ കുൺഫായക്കുണ്ണൊക്കെ എത്രയോ പ്രാവശ്യം നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ആ മൂഡിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുൺഫായക്കുണ്ണൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഒരു സംഗീതം, ലെജൻഡായിട്ടുള്ള ഒരാളുടെ സംഗീതത്തിന് ലിപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു. പിന്നെ ആ പാട്ടിന്റെ വരികളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ കണ്ണിന്റെ തീരത്തെ തുള്ളിയാണ് എന്നോട് കണ്ണിൽ. അപ്പോൾ ആ കണ്ണ് അത് എന്നെ സംബന്ധിച്ചിട്ട് അത് ഉമ്മയാവാം, കാമുകിയാവാം, അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ട ഒരാളാവാം.
അങ്ങനെയൊക്കെ ഒരു കുറേ തലങ്ങളുള്ളൊരു പെരിയോരെ റഹ്മാനെ ഒരു ശരണം പ്രാപിക്കുന്ന പോലെയുള്ളൊരു അവൻ്റെ എന്താ റിലീഫ് സോങ് ആണ്. അവനത് പാടുമ്പോൾ ഒരു റിലീഫ് കിട്ടുന്നുണ്ട് എപ്പോഴും. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കുറെ തവണ പാട്ട് കേട്ടായിരുന്നോ? പിന്നെ അത് ഒക്കെയാണോ ഇനി റിംഗ് ടോൺ ഒക്കെ ഇനി അതാണോ? അതല്ല അതായത് ഈ ഷൂട്ടിന്റെ സമയത്ത് തന്നെ ബ്ലസ് സാർ എനിക്ക് ആ പാട്ട് തന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി, ലിപ്പൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് തന്നെ അതിന്റെ ഒരു നടുവിലൊരു പോർഷൻ ഉണ്ട്, ഒരു ഇൻസ്ട്രുമെന്റിൽ വെച്ചിട്ടൊരു പോർഷൻ ഉണ്ട്. അത് ഭയങ്കര മാജിക്കലായിട്ട് ഇങ്ങനെ കയറി പോകുന്ന എന്തോ ഒരു സംഭവമാണ്. നമ്മള് പണ്ട് റഹ്മാൻ സാർ റോജയിലും എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ, പണ്ട് റോജയിലും ഇതിലൊക്കെ മറ്റേ ആ ഒരു ഇതില്ലേ, പാടും പാടൊന്നുമില്ല, പാടൂല അല്ലെങ്കിൽ പാടും ഇല്ലില്ല. അപ്പോ ഒരു മാജിക്കൽ സാധനമൊക്കെ അതിലുള്ള പോലെയൊക്കെ എനിക്ക് തോന്നി. ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു റഹ്മാൻ സാറിന്റെ മാജിക് ഇല്ലേ. അപ്പൊ ഇനി എന്താണ് ഭാവി പരിപാടി? എന്തെങ്കിലും പ്രൊജക്ട്സ് ആയോ? വിളി വന്നു തുടങ്ങിയോ? വിളി ഒരു 2-3 പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് വിളി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് കഥ കേൾക്കണം, ഒന്നിന്റെ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാറായിട്ടില്ല എല്ലാം. അപ്പൊ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്, ഇത്രയും നല്ലൊരു ക്യാരക്ടർ പോർട്രേ ചെയ്തതിന്, ഇത്രയും നന്നായിട്ട് പോർട്രേ ചെയ്തതിന്. We expect a lot more from you. Okay. Thank you so much for joining us on Radio Mango. Thank you.